കണ്ണൂരിൽ വെടിവെച്ച് CPM-ന്റെ പ്രവർത്തകന്മാരെ ആ വെടിവെച്ചതിലൊക്കെ അന്നത്തെ പിണറായിയുടെ പ്രസംഗപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രവതാ ചന്ദ്രശേഖർ കേന്ദ്ര ഇന്റലിജൻസ് വിങ്ങിന്റെ തലവനാ. കേന്ദ്ര ഇന്റലിജൻസ് വിങ് എന്ന് പറഞ്ഞാൽ RSS നിയന്ത്രിക്കുന്ന സംഘപരിവാരത്തിന്റെ ചോറ്റുപട്ടാളമാണ്. അയാളാണ് വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത്. പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ RSS-ന് കീഴ്പ്പെട്ടിരിക്കുന്നു. പലിശ, പെണ്ണ്, മദ്യം 2016 26-80 ബിയർ, ഇപ്പോൾ 826 കള്ളുഷാപ്പാണ്. അവിടേക്ക് മുഴുവൻ തുറന്നു വെച്ചിട്ടാണ് നിങ്ങൾ ഡാൻസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. നമ്മളെ ബീർ പാർലർ മറ്റേ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ആ സൂബ ഡാൻസ് സംഘടിപ്പിക്കേണ്ടത്. അവിടെ എല്ലാ രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ അത് നടത്താൻ പറ്റുകയാണെങ്കിൽ CPM, DYFI, SFI-ന് നേതൃത്വം കൊടുക്കണോ? എന്നാൽ കുറേ ഉമ്മാരെ കണ്ണീർ അവിടെ നിൽക്കും. അമ്മമാർ രക്ഷപ്പെടും, പെങ്ങന്മാർ രക്ഷപ്പെടും. കാരണം മദ്യത്തിനും ലഹരിക്കൊന്നും അടിമപ്പെടാനായിരിക്കാനുള്ള നമ്മളെ കുട്ടികളെ കൊണ്ട് തുള്ളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ബീവറേജിന്റെ മുമ്പിൽ കലാപരം വാങ്ങുന്നവരും ആയിക്കോട്ടെ, തുള്ളുന്നവരും തുള്ളിയും ചെയ്യിക്കോട്ടെ, മാതൃകാപരമായി ആദ്യം അവർ നിങ്ങളെ പാർട്ടി നേതാക്കന്മാരും പോയിട്ട് അവിടെ തുള്ളി കാണിച്ചു കൊടുക്കുക. എന്തൊരു വിരോധാഭാസമാണ്. നിരന്തരം ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷകരമായ ഒരനുഭവമാണത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ ഒരു ചെറു സംഘം ഇന്ത്യയിലെ ഏറ്റവും സാമർഥ്യമുള്ള, അല്ലെങ്കിൽ പല വിഷയങ്ങളിലും ഏറെ മുന്നേറിയിട്ടുള്ള കേരളീയ സാമൂഹിക അന്തരീക്ഷം മുതൽ ഇന്ത്യയിലെ മൊത്തം സംവിധാനത്തിലടക്കം ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പ്രബോധന പ്രകടന രീതികളൊക്കെ തന്നെയും നിരന്തരം അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രയാസമുള്ളൊരു വശമുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി അറിയാത്തവർക്ക് ധാരാളം അപകടകരമായ ധാരണകൾ പങ്കുവെക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അറിയാതെ സംഭവിക്കുന്നതോ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്നതോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നിസ്സഹായതയിൽ നിന്ന്, അറിവില്ലായ്മ കൊണ്ടൊന്നും രൂപപ്പെട്ടതല്ല. അതങ്ങനെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിന് ഇന്ത്യയിൽ ആ പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിലും ഇസ്ലാമിന് ആ പ്രശ്നമുണ്ട്. ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാർ ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ്, അതിൻ്റെ സംവിധാനങ്ങളാണ്. അതിൽ വിശ്വസിക്കുകയും അതിൽ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്ന സമുദായവും സമൂഹവുമൊക്കെയാണ് എന്ന് അഖിലലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ ഒരു പ്രചരണം ലോകത്തുടനീളം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആദർശ, ആശയ, ദർശന പ്രയോഗങ്ങളുടെ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നതല്ല. അത് അങ്ങനെയാണെങ്കിൽ അത് ഏറെ സ്വീകരിക്കേണ്ടതും കൊള്ളാവുന്നതുമാണ്. വളരെ മാരകമായ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ, കപട രാഷ്ട്രീയ താല്പര്യങ്ങൾ, കള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ, വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും സമുദായങ്ങളുടെയും ജാതികളുടെയും വർഗങ്ങളുടെയും ഒക്കെ മലീമസമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കേവല എതിരാളികളെ സൃഷ്ടിച്ച് അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളും അതിൻ്റെ ആഘാതങ്ങളെയും പൊതുസമൂഹം തിരിച്ചറിയാതിരിക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര തലം മുതൽ പ്രാദേശിക തലത്തിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകൃഷിയാണ്, കള്ളക്കച്ചവടമാണ് ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഈ കപട പ്രകടനം എന്ന് പറയുന്നത്. വേൾഡ് തലത്തിൽ അതിന് നേതൃത്വം നൽകുന്നത് ക്യാപിറ്റലിസമാണ്. ലോകത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. വിശുദ്ധ ഖുർആനടക്കമുള്ള സകല സംവിധാനങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ വതഅകുലൂന തുറാസ അകലല്ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ അല്ലദീ ജമഅ ഫഔഅ. സമ്പത്തിന് വേണ്ടി മാത്രം, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സാമ്പത്തിക ഘടനയിൽ മാത്രം മനുഷ്യനെ വിശദീകരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന, ജീവിതത്തെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം സമീപിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളിൽ അതിമാരകമായതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസവും ക്യാപിറ്റലിസത്തിൻ്റെതാണ്. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. എക്കണോമിക്കൽ ടെററിസം, ഫിനാൻഷ്യൽ ടെററിസം എന്നൊക്കെ പറയുന്ന വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഒക്കെ സാമ്പത്തികമായ അടിത്തറകളെ അടിവേരോടെ പിഴുതെടുക്കാൻ പറ്റുന്ന സാമ്പത്തിക ഇന്നർ പൊളിറ്റിക്സ്, ഡീപ് പൊളിറ്റിക്സ് ലോകാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന
സംവിധാനങ്ങളുണ്ട്. ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന പത്രത്തിൽ വന്നൊരു ഉദാഹരണമുണ്ട്, നിങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ SBI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തകൻ ഒരു സാധാരണക്കാരൻ വിവരാവകാശ നിയമം അനുസരിച്ച് അന്വേഷണം നടത്തി. നിങ്ങൾ എത്ര പൈസയുടെ കടമാണ് എഴുതി തള്ളിയിട്ടുള്ളത്? 100 കോടിക്ക് മുകളിലുള്ള 96 ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയിട്ടുള്ളത് കഴിഞ്ഞ 7 വർഷം കൊണ്ട്. 100 കോടിക്ക് മുകളിൽ കടമെടുത്തവർ. വിവരാവകാശ പ്രവർത്തകൻ ഒന്നും കൂടി അതിൽ ചേർത്ത് പറഞ്ഞു, കടമെടുത്തവരുടെ ലീസ്റ്റ് കൂടി പറയണം. സത്യസന്ധന്മാരായ സംഘപരിവാർ ഭരിക്കുന്നത് കൊണ്ട് ഈ ഏമാന്മാർ, ഇത്രയും വിശുദ്ധന്മാർ ലോകത്ത് വേറെയില്ല. നരേന്ദ്രമോദിയും നമ്മളുടെ അമിത്ഷായും ഒക്കെ അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധന്മാർ, വിശ്വഗുരുവായി മഹാപ്രവാചകന്മാരായി പരിവർത്തിപ്പിക്കപ്പെടാൻ പോകുന്ന മാന്യമഹാദേഹങ്ങളാണ് ഇവർ. അവർ പറഞ്ഞു, അങ്ങനെ ഒരു വിവരമൊന്നും കൊടുക്കണ്ട. ആരാണ് എടുത്തിട്ടുള്ളത്, അവരുടെ സംഖ്യ വേറിട്ട് എത്രയാണ്, ഇതൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഇത്രയും വലിയ ലക്ഷ്യം. ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ, ഏത് ബാങ്കിൽ നിന്നും, സർവീസ് സഹകരണ ബാങ്ക് മുതൽ SBIയിലൊക്കെ പോയ ഗുണ്ടകളുടെ മാതിരിയാണ്. അറിയോ നിങ്ങൾ? ഞാനതിൻ്റെ ഉള്ളറയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതില്ല. നമ്മളുടെ കാശ് വാങ്ങി വെച്ചിട്ട് അവർ യജമാനന്മാരാവുകയും നമ്മൾ അടിമകളെ പോലെ അവിടെ ചെന്നിട്ട് അവർ പറയുന്നത് കേട്ട് നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലും എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാനല്ല. ഈ കള്ള കപട കോർപ്പറേറ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ പണം ഫിൽറ്റർ ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെണിയും കുരുക്കും കുഴിയും വലയുമൊക്കെയാണ് അത്യന്താധുനിക ബാങ്കിങ് സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ. ആ ബാങ്കിങ് സിസ്റ്റങ്ങൾ വളരെ മാരകമായി സാധാരണ മനുഷ്യൻ മുതൽ ലോകരാഷ്ട്രഘടനയടക്കം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവിടെ അത് അവസാനിപ്പിച്ചിട്ടില്ല. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇത് മുഹറം മാസമാണല്ലോ. മുഹറം മാസത്തിൽ വളരെ കൃത്യമായൊരു പ്ലാൻ ഉണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കൊന്നും കടന്നു പോകണല്ലോ. ഒരു കാര്യം സൂചിപ്പിക്കാനാണോ, ഈ മൂസാ നബി മുസ്ലിം സമുദായത്തിലെ എൻട്രി കിട്ടാത്തൊരു നബിയാണ്. ഇബ്രാഹിം നബി ആഘോഷാവസരങ്ങളിലൊക്കെ നമ്മളെടുത്ത് എളുപ്പം വരുന്നുണ്ട്. കാരണം അവിടെ പോയിട്ട് കല്ലെറിയുക, കാരണം അവിടെ അംബാനി ഇരിക്കണമെന്നില്ലല്ലോ, അവിടെ നരേന്ദ്രമോദി ഇരിക്കണമെന്നില്ലല്ലോ, അവിടെ അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുല്ലല്ലോ. കല്ല് വെറുതെ എറിഞ്ഞിട്ട് പോന്നാൽ മതി. സഫാ മറുവഴിക്കിടയിൽ ഓടാൻ പടിയൊന്നുമില്ല, കാരണം വെറുതെ ഓടാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഗസയിലെ കുട്ടിക്ക് വെള്ളം വേണം, ആസാമിലെ കുട്ടിക്ക് വെള്ളം വേണം, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കുട്ടിക്ക് വെള്ളം വേണം. ആ വെള്ളത്തിന് വേണ്ടി ഓടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അവിടെ ഓടാൻ മുടക്കൊന്നുമില്ല സഫന്റെ മറവിന്റെ ഇടയിലൊക്കെ. അതുകൊണ്ട് ആചാരാനുഷ്ഠാന ബന്ധിതമായ മതം വളരെ മനോഹരമായി. അതുകൊണ്ട് ഇബ്രാഹിം നബി അങ്ങനെയൊക്കെ വെച്ചിട്ട് ദുൽഹജ്ജിൽ വളരെ സുഖകരമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് നമ്മൾ കൊടുത്തൊരു സ്പേസ് ഉണ്ട്. ഫിഖ് വളരെ വിശാലമായ അർത്ഥമുള്ള പ്രയോഗമാണ്. അഗാധമായ അറിവും ആ അറിവിൻ്റെ ഉള്ളടക്കങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പ്രയോഗങ്ങൾക്കുമാണ് ഫിഖഹിയായ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടത്. പക്ഷെ ഇന്ന് അതല്ല. വളരെ നിസ്സാരമായ അനുഷ്ഠാന ആചാര സമ്പ്രദായങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ മതത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ടവർ മതത്തെ പൗരോഹിത്യവൽക്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകൃഷിക്കാണ് ഈ മതങ്ങൾ എന്ന് പറയുക. അതിൽ മുഹമ്മദ് നബിക്ക് ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സ്പേസ്, അതാണ് ക്യാപിറ്റലിസം അനുവദിച്ചു തന്നിട്ടുള്ളൂ, കമ്മ്യൂണിസവും അത് അനുവദിച്ചു തന്നിട്ടുള്ളൂ, ലിബറലിസവും അത് തന്നെ അനുവദിച്ചു തന്നിട്ടുള്ളൂ, അൾട്രാ സെക്യുലറിസവും അത് തന്നെ വന്നിട്ടുള്ളൂ. ജനങ്ങളുടെ ചെലവിൽ ഫാസിസവും ഇമ്പീരിയലിസവും ക്യാപിറ്റലിസവും ഒക്കെ നടത്താൻ ശ്രമിക്കുന്ന ഡെമോക്രസിയും ആ സ്ഥലം തന്നെയാണ് വെച്ചു തന്നിട്ടുള്ളത്. മുഹമ്മദ് നബി ഈ കളത്തിൽ നിന്നാൽ മതി. എന്നാലും മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ മുഹമ്മദ് നബി, ഇബ്രാഹിം നബി, ബാക്കി നബിമാരൊന്നും വല്ലാതെ ഒന്നുമില്ല. ഇനി ഖുർആൻ എങ്ങനെ ഷുഹൈബ് നബിയും സോലഹൈബ് നബിയും ലൂത്ത് നബിയൊക്കെ പറഞ്ഞെങ്കിലും അവിടേക്കൊന്നും പോകലില്ല. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വിശദീകരിച്ച പ്രവാചകനാണ് ഹൽ അതാക ഹദീസ് മൂസ. ഇൻഡിവിജ്വലായിട്ട് തന്നെ ഖുർആൻ ചോദിച്ച ചോദ്യം, മൂസയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന്, നീ പഠിച്ചിട്ടുണ്ടോന്ന്. എൻ്റെ സംഘടന പഠിച്ചോ, എൻ്റെ മതം പഠിച്ചോ, എൻ്റെ ഗ്രൂപ്പ് പഠിച്ചോ, എൻ്റെ ഉസ്താദ് പഠിച്ചോ, നേതാക്കന്മാർ പഠിച്ചോ എന്നല്ല, നീ പഠിച്ചിട്ടുണ്ടോ? ഹൽ അതാക ഹദീസ് മൂസ ഇതിനാദാഹു റബ്ബുഹു. അങ്ങനെ രണ്ടിടത്താ പ്രയോഗം നടക്കുന്നുണ്ട്. മൂസാ നബി കർമാനുഷ്ഠാനങ്ങളിൽ ഖുർആനിൽ വല്ലാതെ ഇല്ല. നിങ്ങൾക്ക് പറ്റുമോ? വസ്തഈനു ബിസ്സബ്രി വസ്സല അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബുയൂതക്കും ഖിബല, നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും. ആസാമിലെ സങ്കടങ്ങളുണ്ട്, വഖഫിന്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ അനാർക്കിസവും ലിബറലിസവും എത്തിസവും ഒക്കെ കൂടി നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട്. ഫാസിസവും ഇമ്പീരിയലിസവും ഒക്കെ നിങ്ങളെ വളഞ്ഞു പിടിച്ച് കെണിവെച്ച് പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാരിത്രവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ഒക്കെ ഇവർ കൊള്ള ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളിടത്ത് വസ്തഈനു ബിസ്സബ്രി വസ്സല, നിലപാടുകളിൽ അടിയുറച്ച് വിട്ടുവീഴ്ച ചെയ്യരുത്. കമ്മ്യൂണിസത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ച ആവശ്യമില്ല, ക്യാപിറ്റലിസത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ച ആവശ്യമില്ല, ഫാസിസത്തിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ച ആവശ്യമില്ല, ലിബറലിസത്തിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ച ആവശ്യമില്ല.
കപട മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, അതാണ് സ്വബർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവനവന്റെ നിലപാടുകളിൽ മതപണ്ഡിതന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും വിദ്യാഭ്യാസ സമൂഹത്തിനും ശാസ്ത്രത്തിനും ഒന്നും കഴിയാത്തത് അവരൊക്കെ തന്നെയും അധികാര ഭരണകൂട സംവിധാനങ്ങളുടെ സംരക്ഷകന്മാരായി മാറി അതിന്റെ പ്രബോധകന്മാരും പ്രചാരകന്മാരും സാഹിറുകളുമായി വേഷം കെട്ടിയാടുമ്പോൾ പ്രവാചകത്വത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് സ്വബറോടെ, ആ സ്വബറിന്റെ കൂടെ തന്നെ വസ്വല, ഇസ്ലാമിക ജീവിതത്തിന്റെ വിശുദ്ധിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തീർന്നു മൂസാ നബിയുടെ കർമാനുഷ്ഠാനങ്ങളുടെ ഭാഗം. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മൂസാ നബീനെ ഫിഖ്ഹിൽ തെരഞ്ഞാൽ കിട്ടില്ല. പിന്നെ എവിടെയാ കിട്ടുക? ഫറോവയുടെ അടുത്ത്, ഹാമാന്റെ അടുത്ത്, കാറോന്റെ അടുത്ത്, സാമിരിയുടെ അടുത്ത്. ഇത് വളരെ വിശദമായ ഭാഗമാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇതിലൊരു കാറോനുണ്ട്. എക്കണോമിക്കൽ ക്യാപിറ്റൽ ടെററിസത്തിന്റെ, മൂലധന പ്രമാണത്തിന്റെ, മുതലാളിത്തത്തിന്റെ, ക്യാപിറ്റലിസത്തിന്റെ പ്രതിനിധിയായി വിശുദ്ധ ഖുർആൻ തിരിച്ചും മറച്ചുകൊണ്ടിട്ടുണ്ട്. ഹാമാന വഖാറൂന വഫിർഔൻ, ഫിർഔന വഖാറൂന വഹാമാൻ, വഹാമാന വഖാറൂന വഫിർഔൻ. ഈ മൂന്നും അപകടകരമായ രീതിയിൽ തിരിഞ്ഞും മറഞ്ഞും വന്ന് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഒക്കെ സാമ്പത്തികമായ കവർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന, അധികാര സംരക്ഷണത്തോട് ഒട്ടിനിന്ന് ക്യാപിറ്റലിസവും അത് ഉദ്യോഗസ്ഥ വൃന്ദവും ഭരണകൂടവും നടത്തുന്ന അപകടകരമായ സാമ്പത്തിക കൊള്ളകൾ. ഇതിൻ്റെയൊക്കെ പ്രതിനിധിയാണ് കാറൂന്. അവിടെ തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളും. അതുകൊണ്ട് മൂസാ നബിനെ തൽക്കാലം അവിടെ വെച്ചേക്കാണ് നമ്മൾ. ആ കൊട്ടയിലിട്ട് പെട്ടിയിലാക്കി ഫിറൗന്റെ അടുത്ത് കൊണ്ടുപോയി അവിടുന്ന് ആ കഥ ദുരാചാരവാസത്തിൽ മുങ്ങി എന്ന് പറഞ്ഞ് കിസ്സേ മറിഞ്ഞിട്ട് ഇരിക്കാൻ തീരുമാനിക്കുക. അതിന് സമയം നിങ്ങൾ ഫറോവയെ കൈവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഫറോവ ഒരു പ്രതീകമാണ്. അത് സമഗ്രാധിപത്യമാവാം, സ്വേച്ഛാധിപത്യമാവാം, ഏകാധിപത്യമാവാം, ഇസ്ലാമിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും ക്രൈസ്തവതയുടെയും ഒക്കെ മറവിലൊളിച്ചിരിക്കുന്ന ഭരണകൂട കാപട്യങ്ങളാവാം, കള്ളത്തരങ്ങളാവാം. അധികാരത്തെ മനുഷ്യർക്ക് മുകളിൽ അന്ധമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അധാർമികമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അക്രമപരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ് ഫറോവ എന്ന് പറയുന്നത്. ആ ഫറോവയും ഹാമാനും കാറൂനും ഒക്കെ ഉണ്ട്. ആ കാറൂന് വിശുദ്ധ ഖുർആൻ പലയിടത്തും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ക്യാപിറ്റലിസം വളരെ ഏകപക്ഷീയമായി എന്ന് ലോകഘടന ക്യാപിറ്റലിസം വളരെ കൃത്യമായിട്ട് ഇസ്ലാമിനെ നിർണ്ണയിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എവിടെയാണ് ഇസ്ലാം പ്രശ്നമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ സാമ്പത്തിക നിയമങ്ങൾ ഗുരുതരമാണ്. ക്യാപിറ്റലിസത്തിന്റെ അടിവേറിറക്കുന്നതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങൾ. അതുകൊണ്ട് ഇസ്ലാമിന്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ മേധാവിത്വത്തിൽ വന്നാൽ ഇസ്ലാമിന്റെ സമ്പദ്ഘടന രംഗത്ത് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇസ്ലാമിനെ ഒരിക്കലും പൊളിറ്റിക്കൽ ഘടനയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ ആഘോഷ പരിപാടികളുമായിട്ട് നിൽക്കട്ടെ. അതിനപ്പുറം സമ്പദ്ഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും പലിശക്കെതിരെ, കരിഞ്ചന്തക്കെതിരെ, പൂഴ്ത്തിവെപ്പിക്കെതിരെ, കള്ളക്കച്ചവടത്തിനെതിരെ, ഊഹക്കച്ചവടത്തിനെതിരെ ഇതൊന്നും വിശുദ്ധ ഖുർആൻ വളരെ കർക്കശമായ നിയമങ്ങൾ നൽകിയ ആ ക്യാപിറ്റലിസം ഏകപക്ഷീയമായി അതിൻ്റെ അവരുടെ നേതൃത്വത്തിൽ വലിയ പ്രചരണങ്ങൾ. ആ ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടുണ്ട്. അതിലേക്ക് വിഭവങ്ങൾ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്നവർ സയണിസവും ഫാസിസവുമാണ്. ക്യാപിറ്റലിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും അതിനെ നുകമാക്കി മാറ്റി ലോകഘടനയിൽ ഏറ്റവും അവിഹിതമായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ് സിയോണിസവും ഫാസിസവും എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇസ്രായേൽ എന്നതിനെ പറയാം, ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ ഫാസിസം എന്നതിനെ പറയാം. വർഗവർണ്ണ ജാതിയുടെ അടിസ്ഥാനങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയം എന്നൊക്കെ സുഗമമായി നമ്മൾ വിശദീകരിക്കുന്ന വളരെ അപകടകരമായ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന സംവിധാനങ്ങൾ ലോകത്തുടനീളം ഈ നക്കൂട്ട് മുന്നണി ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാം വിരുദ്ധ പ്രോപ്പഗണ്ട മിഷനറി വളരെ നന്നായിട്ട് ലോകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ആഗോളതലം മുതൽ അവസാനം നമ്മൾ ആ മേയറാകുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ട്രംപ് കിടന്ന് വറക്കണുണ്ടല്ലേ നിങ്ങൾ. പിന്നെ രാഘവനെ പറഞ്ഞിട്ടെന്താ, പിന്നെന്താ ഗോവിന്ദമാശ പറഞ്ഞിട്ട്, പിന്നെന്താ പിണറായിയെ പറഞ്ഞിട്ട്, അഖില ലോക മേധാവിത്വമുള്ള ട്രംപ് ന്യൂയോർക്കിന്റെ മേയറായി ഒരു ചങ്ങാതി വരാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇസ്ലാമിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജിഹാദി, കാണാൻ സൗന്ദര്യമില്ലാത്തവൻ, കേൾക്കാൻ സുഖമില്ലാത്തവൻ, അങ്ങനെ പ്രമാണങ്ങളില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വേൾഡിലെ അനറബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഇസ്രായേൽ പരിഹരിക്കുക, ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ പരിഹരിക്കുക, ഞാനാണ് ഇലോൺ മസ്കിനെ കൈകാര്യം ചെയ്യുക, ഞാനാണ് എല്ലാ പ്രശ്നവും തീരുമാനിക്കുക എന്ന് പറയണ അനറബ്ബുക്കുമുൽ അഅ്ല എന്ന വർത്തമാനകാലത്ത് ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ട്രംപ് ഒരു മുസ്ലിം നാമധാരിയായ വ്യക്തി ഒരു മേയർ, അമേരിക്കയിലെ 52 സ്റ്റേറ്റിലെ ഒരു നഗരത്തിന്റെ മേയറായി വരുമ്പോഴേക്കും വിറളി പിടിക്കുന്നുവെങ്കിൽ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ സ്വരാജ് തോൽക്കുമ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ചെറിയ ഒരു സംഘത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇരുളിൽ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച ട്രംപല്ലല്ലോ ഈ പിണറായിയും
അതുപോലെ തന്നെ രാഘവനും നമ്മുടെ ഗോവിന്ദ മാഷൊക്കെ വളരെ ചെറിയ സാധനങ്ങളാണ്. കേരളല്ലേ, കേരളം ഇന്ത്യയിൽ എവിടെയാണ് വളരെ സംഘപരിവാറിന് പോലും കേരളം വളരെ സുഖമാണ്. അതുകൊണ്ട് കേരളത്തിൽ എന്ത് വെച്ചാലും അവർക്ക് പ്രശ്നമില്ല. കാരണം കേരളത്തെക്കുറിച്ചുള്ള പഴഞ്ചൊല്ല് തന്നെ സംഘപരിവാർ അധികാരത്തിലില്ലാതെ സംഘപരിവാർ സുഗമമായി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ അത് നടക്കില്ല. കർണാടകയിൽ പോലും പ്രശ്നങ്ങളുണ്ട്. പല ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലും വലിയ എതിർപ്പുകൾ സംഘപരിവാർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ സംഘപരിവാർ എതിർക്കപ്പെടാതെ വളരെ സുഗമമായി സ്വന്തം അജണ്ടകൾ നടക്കുന്ന പ്രദേശമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊന്നായി കേരളം അങ്ങനെ മാറ്റിയെടുക്കപ്പെട്ടു. ആ നിസ്സഹായമായ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് പിണറായിയും ഏറ്റവും വലിയ പാർട്ടിയുടെ സെക്രട്ടറിയും അതിൻ്റെ ഏറ്റവും പരന്ന വായനയുള്ള ഇസ്തിരിയിട്ട ഭാഷയിൽ സംസാരിക്കുന്നവരുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇരുളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് ട്രംപ് മുതൽ നേരത്തെ ഹക്കീം സാഹിബ് പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് സംഘപരിവാർ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഈ രാജ്യത്തെ മനുഷ്യന് വേണ്ടി ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത, ഇനി അങ്ങനെ ചെയ്യാൻ ഒരു തൗഫീഖും നൽകപ്പെടാൻ സാധ്യതയില്ലാത്ത, അത്രമാത്രം ശപിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും അങ്ങനെയുണ്ടല്ലോ അള്ളാഹ് കാരണം വേദഗ്രന്ഥങ്ങളെ അട്ടിമറിച്ച്, ഏത് വേദഗ്രന്ഥത്തിനാണെങ്കിലും ശരി, ഹൈന്ദവ ക്രൈസ്തവ ബുദ്ധ ജൈന ഇസ്ലാമിക് വേദഗ്രന്ഥങ്ങളെയൊക്കെ അട്ടിമറിച്ച് അതിന്റെ പിന്നിലൊളിച്ച് നിന്ന് കളി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒറിജിനൽ വേദങ്ങളിലെ മൂല്യങ്ങളെയൊക്കെ അട്ടിമറിച്ച് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന കപട കള്ള കൃത്രിമ സംവിധാനമാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. ആ സംഘപരിവാരം അതിന്റെ അതിജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും അവസാനം നമ്മളിത് പറയുന്ന സമയത്ത് പോലും എവിടെയും അനങ്ങാൻ കഴിയാത്തവണ്ണം 3500-ലധികം കുടുംബങ്ങളെ ആസാമിൽ അദാനിക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. ആ പ്രദേശം അദാനിക്ക് വേണ്ടി വിളവെടുപ്പ് നടത്താൻ ഹെക്ടർ കണക്കിന് വനഭൂമിയായി പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബുൾഡോസർ രാജ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. വസുദൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തോ, മഹാത്മാഗാന്ധി എന്നൊക്കെ അയാൾ ഇവിടുന്ന് പുറത്തു പോയാൽ പ്രസംഗിക്കുക. ആരെന്നറിയോ? നമ്മുടെ പ്രധാനമന്ത്രി. ലോകം ഒരു കുടുംബത്തെ പോലെയാണ്, എല്ലാവർക്കും സമാധാനം വരട്ടെ എന്നാണ് ഞങ്ങളുടെ വർത്തമാനം എന്നൊക്കെ പറഞ്ഞിട്ട് സർവ്വരാജ്യ തൊഴിലാളികളെ സെക്യുലറിസം, മതേതരത്വം എന്നൊക്കെ പ്രസംഗി, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി പ്രസംഗം പുറത്തു പോയിട്ട് ഇയാൾ നടത്തും. ബർമയിൽ നിന്ന് വന്നിട്ടുള്ള മ്യാൻമറിലെ അഭയാർത്ഥികളെ കണ്ണുകെട്ടി കപ്പലിൽ കയറ്റി നടുക്കടലിൽ തള്ളി നീന്തിക്കയറാൻ ആവശ്യപ്പെട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തുവിന്റെ ആളുകൾ വസുദൈവ കുടുംബകം എന്ന കള്ളപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ. അതാ ആശയത്തിന്റെ പ്രശ്നമല്ല, അതിനെ പ്രതിനിധീകരിക്കുന്നവരുടെ മുനാഫിക്കുകളാണിവർ, സ്യൂഡോകളാണിവർ, കള്ളന്മാരാണിവർ, കപടന്മാരാണിവർ. അതിന്റെ പിന്നിൽ അളിഞ്ഞിരുന്നുകൊണ്ട് സ്വന്തം ജനതയുടെ വോട്ട് മുതൽ അവരുടെ ജീവനും സ്വത്തുമടക്കം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഫാസിസം അങ്ങനെയൊക്കെയാണ്. ഇസ്ലാമിന്റെ ചെലവിലും മറവിലും ഒളിഞ്ഞു നിന്നുകൊണ്ട് അതിന്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. സംഘപരിവാർ കഴിയാവുന്നത്ര കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ പക്ഷേ ഒരു മുസ്ലിം വിരുദ്ധ ശ്രീധരൻപിള്ളക്ക് കഴിയില്ല, കുമ്മനം രാജശേഖരന് കഴിയില്ല, സുരേന്ദ്രന് പറ്റില്ല, രാജീവ് ചന്ദ്രശേഖർജിക്ക് പറ്റില്ല, സംഘപരിവാരത്തിന് പോലും കഴിയാത്ത ആ കളി വളരെ മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുന്നത് അൾട്രാ സെക്യുലർ പ്രസ്ഥാനമായ CPM ആണ്. CPM-ന്റെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകണ്ട. കമ്മ്യൂണിസം എന്താണ് എന്നുള്ള ചർച്ചയിൽ നമ്മൾ ആദ്യവും അവസാനമായിട്ട് നമ്മൾ പറയും, അത് ദൈവദർശനമല്ല, പ്രാപഞ്ചിക ദർശനമല്ല, പ്രവാചകന്മാരുടെ ദർശനമല്ല, അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സമർപ്പിക്കുന്ന ദർശനമല്ല, മനുഷ്യന്റെ ജനന മരണങ്ങൾ മുതൽ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുള്ള പ്രസ്ഥാനമല്ല. ഇത് ഇസ്ലാമിന്റെ മാത്രം അടിസ്ഥാനമായി കൊള്ളണമെന്നില്ല. ക്രൈസ്തവരും ഹൈന്ദവതയും എല്ലാ മതസമൂഹങ്ങളും നിരാകരിക്കേണ്ട അപകടകരമായ വാദങ്ങളെയാണ് കമ്മ്യൂണിസം. സമഗ്രാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ശൈലിയിൽ അധികാരത്തെ അടിച്ചേൽപ്പിക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളാണ് അധികാരം കിട്ടിയ നാളുകളിലും അധികാരം സ്വപ്നം കാണുന്ന സംവിധാനങ്ങളിലും അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നും കണക്കെടുപ്പിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ആ കണക്കെടുപ്പ് കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഗുണമല്ല. ദുർബലമായ ഒരു മയ്യത്തിൻ്റെ മേലെ നമ്മൾ ചവിട്ടി കയറിയിട്ട് എന്താ കാര്യം? ഇനിയും ചവിട്ടിയിട്ട് അതിന് താഴെ വളരെ നിസ്സാരമാണ് ആ സാധനം. പക്ഷെ അതിന് പുറത്തേക്ക് കാണുന്ന വലിയ ഒരു രൂപഭാവങ്ങളുണ്ട് അധികാരത്തിൻ്റെ. അതുപോലും അതിൻ്റെ നിസ്സഹായതയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഈ
കമ്മ്യൂണിസത്തിനൊരു എതിരാളിയുണ്ട്, അതാരാ? ഒന്ന് ക്യാപിറ്റലിസമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സമരം പോലും ചെയ്യുന്നുണ്ട് നിങ്ങൾ അടുത്ത കാലത്ത്? ക്യാപിറ്റലിസം, മുതലാളിത്തം, അതിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ, ഏറ്റവും രൗദ്രമായ പ്രയോഗങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. കേരളത്തിലടക്കം അദാനിയുടെ മുന്നിലും ബേക്കിലും ഇരുന്നിട്ട് അദാനിയെ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് സ്തുതികീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം പത്രങ്ങൾ മുതൽ ബാക്കിയുള്ളതിലടക്കം അദാനി ആരാ? ചിന്ത പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്, അടുത്ത് നോക്കിയാൽ മതി. RSS എന്ന് വന്ന നാഗ്പൂരിലെ സെലക്ടഡ് മെമ്പേഴ്സ് RSSന്റെ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റേജിൽ അദാനി ഉണ്ടായിരുന്നു. RSSന്റെ ഉൽപ്പന്നമാണ് അദാനി. വിഴിഞ്ഞം ആർക്ക് വേണ്ടിയാണ്? മലയാളിക്ക് വേണ്ടിയാണോ? കേരളത്തിന് വേണ്ടിയാണോ? അതിന്റെ എക്കണോമിക്കൽ ഡാറ്റ അടക്കം വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കണം. ക്യാപിറ്റലിസം അതിന്റെ ഭീകരമായ നുഖങ്ങളും പ്രയോഗങ്ങളുമായി എല്ലാ തലങ്ങളിലൂടെയും, വാർഡുകൾ മുതൽ നിയമസഭകൾ മുതൽ പാർലമെന്റുകളുടെ അകത്തലങ്ങളിലൂടെ അടക്കം കടന്നു വരുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് CPM കാണാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു സമരപ്പ CPM, DYFI, SFI, മുതലാളിത്ത വിരുദ്ധ, ബൂർഷോ വിരുദ്ധ, അതാണല്ലോ ബൂർഷോ ജനാധിപത്യം എന്നൊക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അവർ വിശദീകരിക്കുക. ഫാസിസ്റ്റ് ജനാധിപത്യം എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് കടലിന്റെ അക്കരെ നിൽക്കുകയാണ്. ഇപ്പോഴും കപ്പൽ കയറിയിട്ടില്ല. ഇനി കരയിലേക്ക് വരാനും സാധ്യതയില്ല. ഇവിടെ ഒരു അല്ലറ ചില്ലറ വർഗീയതയൊക്കെ ഉണ്ട് എന്നുള്ളൂ. ആ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇവിടെയുണ്ട്. എന്തൊരു രസകരമായ സമീകരണമാണ്, എന്തൊരു മനോഹരമായ സന്തുലിത ഭാഷയാണ് സംഘപരിവാർ ഈ CPM സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്യാപിറ്റലിസത്തിന് എതിരെ സമരമില്ല. ഏറ്റവും ഭീകരമായ രീതിയിൽ എല്ലായിടത്തും അത് പിടിമുറുക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് എന്താ? ഫാസിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സമരം ഉണ്ടോ? ഇപ്പോ ഒരു ആഘോഷം, മതങ്ങൾ ആഘോഷാനുഷ്ഠാനമൊക്കെ നടത്തുന്നത് അർലേക്കർക്കെതിരെ, നമ്മുടെ ഗവർണർക്കെതിരെ. ആ ഗവർണറായിട്ട് അവിടെ പോയിട്ട് അതിനൊക്കെ പിന്നെ ഡിപ്ലോമസി എന്നാണ് പറയാ. ഡീലാണോ, ഡിപ്ലോമസി ആണോ, അതിജീവനമാണോ, അഭിമുഖീകരണമാണോ, ഗുണകാംക്ഷയാണോ, എല്ലാം വിറ്റു തൊലക്കലാണോ, സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ഏർപ്പാടുകളാണോ? കാണുമ്പോൾ 90% നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഡിപ്ലോമസി അല്ല, കേരളത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങളല്ല. സംഘപരിവാരത്തിന്റെ എല്ലാ ആലകളിലും നുഴഞ്ഞു കയറി വളരെ മാരകമായ രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് ഡീലുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ എന്താ അതിൻ്റെ ഏറ്റവും ഭീകരമായ സംഗതി? കേരളത്തിൽ ബാലികാറാമലയാണ് സംഘപരിവാരത്തിന് കേരളം എന്ന് പറയുന്നത്. സംവിധാനമുണ്ട്. RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ എന്തില്ല, വോട്ടിങ്ങിൽ ഇത് ഇങ്ങോട്ട് കിട്ടണില്ല. അപ്പം പിന്നെ എന്താ ചെയ്യുക? അതിന് പറ്റുന്ന നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിങ്. എങ്ങനെ വെട്ടണം, എങ്ങനെ മുറിക്കണം, ആരെ കൊത്തണം, ആരെ പൊളിക്കണം, ആരെ കുഴിയിൽ വീഴ്ത്തണം, ആരെയൊക്കെ കെണിവെച്ച് പിടിക്കണം. അപ്പോൾ ആരെ ക്ഷമാലുക്കളാട്ടോ സംഘപരിവാർ നന്നായിട്ട് വർക്ക് ചെയ്യും. ഏകദേശം അതേ മൂഡിൽ വർക്ക് ചെയ്തിരുന്ന ടീമാട്ടോ CPM-ഉം. RSS CPM പ്രവർത്തന രസതന്ത്രം അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സ് ആണ്. പുറത്തേക്കൊന്ന് പറയുകയും അകത്തളങ്ങളിലെ മാരകമായ പ്രയോഗങ്ങൾ തന്ത്രപരമായി നടത്തുകയും ചെയ്തുകൊണ്ട് സൂപ്പർ ഡാൻസ് മുതൽ ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള ഫാസിസം അധികാര ഘടനയിലൂടെ നമ്മളിലേക്ക് പ്രയോഗിക്കപ്പെടുമ്പോൾ വിദ്യാഭ്യാസ ഘടനയിലൂടെയും കലാഘടനയിലൂടെയും സാംസ്കാരിക ഘടനയിലൂടെയും ലിബറലിസത്തിന്റെ എല്ലാ വിഷവിത്തുക്കളും വളരെ സമർത്ഥമായി നമ്മൾ അറിയാതെ കൊണ്ടുവരാൻ ഈ 2 പണി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ പ്രയോഗിക്കുന്ന ഏറ്റവും നല്ല പ്രയോഗമാണ് സോഷ്യൽ എഞ്ചിനീയറിങ്. അങ്ങനെയാണ് ബീഹാർ, അങ്ങനെയാണ് ഉത്തർപ്രദേശ്, അങ്ങനെയാണ് ബംഗാൾ, അങ്ങനെയാണ് കർണാടക, അങ്ങനെയാണ് പല സ്റ്റേറ്റുകളെയും സംഘപരിവാർ വരുതിയിലാക്കുകയും ചിറകിലൊതുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ പണി കേരളത്തിൽ അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ പണി അവർ പ്രയോഗിച്ചപ്പോൾ അതിനെ സൂക്ഷ്മമായിട്ട് പഠിച്ച ടീമാണ് CPM പഠിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ BJP അവിടെ നിന്നോട്ടെ, നമുക്ക് കളിക്കാലോ ഈ കളി. CPM എന്താണോ സംഘപരിവാർ ചെയ്യുന്നത് ആ വർക്ക് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം. കാരണം വെള്ളം കിട്ടാതെ നിൽക്കണം. ഇപ്പോൾ ഉത്തർപ്രദേശ് നമ്മൾ പറഞ്ഞ എന്താണ് ബംഗാൾ, ത്രിപുര, അത് പഴയ കാലത്തെ മഹാരാഷ്ട്ര മുതൽ ബംഗാൾ വരെയുള്ള വലിയ ദണ്ഡകാരുണ്യ മറ്റേ നക്സലൈറ്റ് ഇടനാടി എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ അസാധ്യമായ സ്വാധീനം ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPM. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്ത് വളരാനും വികസിക്കാനും പറ്റുന്ന ധാരാളം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പടിപടിയായി അത് താഴേക്ക് പോയി അവസാനം ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരളത്തിൽ ഇനി എന്താ ചെയ്യുക?
ഈ രാഷ്ട്രീയത്തിലൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയത് പറഞ്ഞിട്ടൊന്നും രാഷ്ട്രീയത്തിൽ പിടിച്ചേക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഹുതുബ പറഞ്ഞു പിന്നെ പരലോകോ ആഖിറത്തോ അല്ലയൊന്നും ഇല്ലല്ലോ. രാമൻ കൃഷ്ണൻ മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ഓദിക്കോ പ്രാർത്ഥിച്ചോ തൗബീ ഇസ്തിഗ്ഫാർ എന്നൊക്കെ എവിടെ പറയാനാ പോകുന്നത്? അപ്പോൾ കള്ളക്കച്ചവടേ നടക്കുള്ളൂ, കാപട്യങ്ങളെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. CPM എന്തുകൊണ്ട് ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും? അതുകൊണ്ട് പ്രയോഗത്തിൽ നമ്മൾ ആശയവാദഗതികളെ നേരെ പറഞ്ഞതുപോലെ ഈ കാരണം അല്ലല്ല, റസൂലില്ല, കിതാബില്ല, മരണാനന്തര ജീവിതമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനും ആരെ നോക്കേണ്ട കാര്യം? ഒന്നും നോക്കേണ്ട കാര്യമില്ല. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും. വെട്ടും. വണ്ടൂരിൽ നിന്ന് കേട്ടു, കുമ്പളയിൽ നിന്ന് കേട്ടു, പാലക്കാട്ടിൽ നിന്ന് കേട്ടു, എല്ലാവരെയും വെട്ടാനുള്ള. അപ്പോൾ റോഡ് നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടിക്കൊടുക്കപ്പെടും. ഇവിടെ നിങ്ങൾ കരാറ് കൊടുക്കുക. ആവശ്യാനുസരണം വെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ടീമാണ് CPM. എന്തൊരു മാന്യതയുള്ള മുദ്രാവാക്യങ്ങൾ, എന്തൊരു മനോഹരമായ ആശയ സംവാദന രീതി, എത്ര ആദർശപരമായ കൈമാറ്റങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം എന്ന് പറയുന്ന, സെക്യുലർ പ്രസ്ഥാനം എന്ന് പറയുന്ന BJP വിട്ടുമെന്നും കൊല്ലും. അതും ആരെ? നേരത്തെ പറഞ്ഞ പോലെ ദാവൂദ് സാഹിബിന് അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിപ്പോൾ തുടങ്ങിയൊന്നുമല്ലല്ലോ, കാലം കുറേയല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങളിപ്പോൾ ഒരാളെങ്ങനെ നിങ്ങളെ ഇക്കിളിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, അയാൾക്ക് ഇക്കിളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇക്കിളിയാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇക്കിളി ആവുന്നവനല്ലേ അതിമ ചാടി കളിക്കുള്ളൂ. ഇക്കിളില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ മരിക്കിടീന് വീടില്ലെങ്കിൽ പിന്നെ അതിൽ കൊല്ലെന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ ആരോടാണ് ഈ പറഞ്ഞത്? ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ CPM സാംസ്കാരിക, രാഷ്ട്രീയ, കലാ, സാഹിത്യ, വിദ്യാഭ്യാസ, അധികാര, മീഡിയ എല്ലായിടത്തും സ്വാധീനമുള്ള ഒരു പാർട്ടി, ഒരു വ്യക്തി കേന്ദ്രീകൃത, ഒരു ചാനൽ കേന്ദ്രീകൃത, അതിൻ്റെ പിന്നിലുള്ള ഒരു സംഘടനാ പ്രാസ്ഥാനിക കേന്ദ്രീകൃത നിഴൽ യുദ്ധങ്ങളിലേക്ക് ഒരു പാർട്ടിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റലിസവും ഇല്ല, ഫാസിസവും ഇല്ല. കേരളത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടയോട്ടങ്ങളുണ്ട്. ആരൊക്കെയാണ് അതിൽ അണിനിരന്നിട്ടുള്ളത്? ദാവൂദ് സാഹിബ് മാത്രമൊന്നുമല്ലോ CPM കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറുനാടൻ മലയാളിയുണ്ട്, VC ജോർജ് ഉണ്ട്, എത്ര ആളുകളുണ്ട് സംഘപരിവാരത്തെ ഈ CPM നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുന്നവർ. ഒരു പ്രശ്നമില്ല, അവർക്കെതിരെ ഒന്നും ഒരുത്തനും പോയിട്ടില്ല. സമരമെന്നോ കേസെന്നോ കോടതിയെന്നോ അറസ്റ്റെന്നോ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പാവം ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കേരളീയ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ അതിനെ ഏതോ ഒരർത്ഥത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ വിളവെടുപ്പ് നടത്താൻ ഇങ്ങനെ കഴിയും. ഇപ്പം സംഘപരിവാർ വെച്ചത് ഫലമെടുക്കാൻ പക്ഷെ ഫലം CPM-നല്ല കിട്ടാൻ പോകുന്നത്, സംഘപരിവാരത്തിന്. പക്ഷെ അത് ഓൽക്ക് പേടിയൊന്നുമില്ല കേട്ടോ. സംഘപരിവാരത്തിന് ഇപ്പോൾ അത് CPM-ന് അതും പ്രശ്നമൊന്നുമല്ല. ആര് ഫലമെടുത്ത് തൽക്കാലം നമ്മൾ സാധാരണ പറയലുണ്ട്, ഈ മയക്കുമരുന്ന് അടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നവനും ഒക്കെ ഓനെ ബാക്കി സംഗതികളൊന്നും ഓൻ ആലോചിക്കൂല. ഓൻ അപ്പുള്ള സംഗതി നടക്കണം, അത്ര മാത്രമേ ആലോചിക്കുള്ളൂ. ഇപ്പം മയക്കുമരുന്ന് കിട്ടണം, ഞാൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഇപ്പം കള്ള് കുടിക്കണം. അത് മാത്രമേ കടം വാങ്ങി മുടിഞ്ഞവൻ കടം വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ഭാവികാല കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ഇതുണ്ടാക്കുന്ന പരിക്കെന്ത് എന്നുള്ളത് ഒരിക്കലും CPM-നെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു കൊച്ചു കേരളം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പം കേരളത്തിൽ പിടിച്ചു ഒരു അർത്ഥത്തിൽ നിസ്സഹായതയാണ്, ദയനീയതയാണ്. അഭിമുഖീകരിക്കാൻ ആദർശങ്ങളും ആശയങ്ങളും ദർശനങ്ങളും പ്രയോഗങ്ങളും ഇല്ലാതെ ഉപ്പിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം അതിജീവനത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാണ് ഇപ്പുറത്തുള്ളതെങ്കിൽ ഭയങ്കര ആവേശമാണ് CPM-ന്. മുസ്ലിങ്ങളാണ്, മുസ്ലിം ഇഷ്യൂവാണ്, മുസ്ലിം സമുദായമാണ്, അതിലെ വ്യക്തികളാണ്, അതിലെ സംഘടനകളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് മുന്നിലുള്ളതെങ്കിൽ വളരെ ഹരത്തോടുകൂടി CPM രംഗത്ത് വന്ന് കേരളത്തിൽ വന്നിട്ടുള്ള ഇസ്ലാമിക് ഫോബിക് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന കണക്കുകളുണ്ട്. 100-ൽ 54% CPM ആണ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഹേറ്റ്, വെറുപ്പ് സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വമ്പൻ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് CPM-ന്റെ നേതാക്കന്മാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ RSS-ഉം BJP-യും സംഘപരിവാരത്തിൻ്റെ പോഷക മറുനാടൻ കിടുനാടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ. CPM-ന്റെ നേതാക്കന്മാർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനം ഈ മറ്റേതൊന്നുമില്ലേ, എന്താണ് മദ്രസ പഠനം. നമ്മൾക്ക് അന്നൊക്കെ അരമണിക്കൂർ കൂട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഗുണകരം. അത് സൂബ ഡാൻസിന് വേണ്ടിയിട്ടാണ്, സൂബ ഡാൻസ് വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ. അത് ആദ്യം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അരമണിക്കൂർ കൂട്ടാണ്. എന്നിട്ട് ആ അരമണിക്കൂർ കൂട്ടുന്നവരാരാണ്? അവർ താലിബാനികളാണ്, 6-ാം നൂറ്റാണ്ടുകാരാണ്, അതിനേക്കാൾ ബാക്കിൽ നിൽക്കുന്നവരാണ്. എല്ലാ പ്രചരണവും കേരളത്തിലെ ഏറ്റവും വലിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഏറ്റവും വലിയ സുന്നി പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കന്മാർ ജിഫ്രി തങ്ങൾ വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞു. കുറച്ചും കൂടിയൊക്കെ മാന്യതയിൽ സംസാരിക്കണം. മന്ത്രിമാരും പാർട്ടിക്കാരെന്നൊക്കെ പറയുമ്പോൾ മീഡിയ കാണുമ്പോൾ ആവേശത്തള്ളൽ പറയേണ്ടതല്ല. ഓരോ സമുദായങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ടാവും.
അത് പക്ഷേ സമസ്ത ഇരുട്ടിൽ നിർത്തി. സൂബ ഡാൻസിന് കുട്ടിനെ അയക്കൂല എന്ന് പറഞ്ഞ TP അഷ്റഫ് സാഹിബിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ നിന്നാൽ കുറെ ആൾക്കാർ കുടുങ്ങും. കുറെ ആൾക്കാരെ സസ്പെൻഡ് ചെയ്യാൻ എന്താ പറയാ, മുൻകൂർ സ്വഭാവത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കേണ്ടി വരും. വെട്ടിയവരുണ്ട്, കൊന്നവരുണ്ട്, നിയമസഭയിൽ ഡാൻസ് ചെയ്തവരുണ്ട്, പല കോലത്തിലുള്ള കലാപ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള വിദ്വാൻമാരൊക്കെ പലരുടെ ഉള്ളിലുണ്ട്. ഇതൊന്നുമില്ലാതെ സത്യസന്ധമായിട്ടൊരു മനുഷ്യൻ പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ ആക്ഷേപിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൗദൂദിയാണ്, താലിബാനെയാണ്, 6-ാം നൂറ്റാണ്ടുകാരനാണ്. നിങ്ങളൊന്നും പറയുന്നത് കേൾക്കാൻ ഞങ്ങളാളല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് മുന്നോട്ട് പോകും. വളരെ മാരകമായ സ്വഭാവം. ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായമാണ് ഇപ്പുറത്തുള്ളതെങ്കിൽ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിനെയൊന്നും ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ട്രംപ് മുതൽ സംഘപരിവാർ നരേന്ദ്രമോദി മുതൽ ഇവരടക്കം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ഇസ്ലാമിനെ തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിനെ മുന്നിൽ നിർത്തി അതിലെ സംഘടനകളെ കൃത്യമായി ഓരോരുത്തരെ ഇങ്ങനെ മുന്നിൽ വെച്ച് മുസ്ലിം സംഘടനകൾക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം ഓരോ സംഘടനകളും ഓരോ പാർട്ടി എടുത്തിട്ട് ഇങ്ങനെ കിട്ടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഘടനക്കും ഓരോ കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. ആ കഷ്ണങ്ങൾ എടുത്തിട്ട് അതാണ് ശരി, ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓരോ സംഘടനകളും പരസ്പരം ഈഗോയും അതിൻ്റെ കക്ഷി മാത്സര്യങ്ങളും അതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ അടച്ച് വന്നേക്കില്ലെങ്കിൽ ആളുകൾ അകത്തേക്കാണോ പുറത്തേക്കാണോ എന്ന് തിരിച്ചറിയാനൊക്കെ പറ്റാത്തതുകൊണ്ട് ഭയങ്കരമായ സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ മുസ്ലിം. ജമാഅത്ത് ഇസ്ലാമിക്ക് ആ പേടിയില്ല കേട്ടോ. ജമാഅത്ത് ഇസ്ലാമി എല്ലാവരോടും പറയും, നിങ്ങൾ വാ, സംസാരിക്ക്, എടുക്ക്, കൊടുക്ക്, എന്നിട്ട് നമുക്ക് പറയാം. എല്ലാവരും ഇത് അടച്ചുപൂട്ടിയിട്ട് എന്താണ് പറയുക, കബറടക്കം ചെയ്തിട്ട് അതാണ് പാർട്ടി, അതാണ് സംഘടന. സുതാര്യമായ വർത്തമാനങ്ങൾ, സുതാര്യമായ കൈമാറ്റങ്ങൾ, പച്ചയായ പങ്കുവെക്കുകൾ, നിഷ്കളങ്കമായ ഗുണകാംക്ഷപ്രദമായ സംസാരങ്ങൾ, ഇതൊക്കെ നടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലർക്കും ഇതൊക്കെ പേടിയാണ്. ആ പേടിയുള്ളതുകൊണ്ട് ഇപ്പോൾ CPM ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല. ഇപ്പോൾ CPM ഇപ്പോൾ ഇറക്കിയ നമ്പറുകൾ കണ്ടില്ലേ നിങ്ങൾ? സമസ്തക്കാരെ ഇങ്ങളെ ജമാഅത്ത് ചീത്ത പറഞ്ഞിരിക്കണ്, മുജാഹിദ് ഇങ്ങളെ ജമാഅത്ത് ചീത്ത പറഞ്ഞിരിക്കണ്, അതുപോലെ തന്നെ ലീഗുകാരെ ഇങ്ങളെ ചീത്ത പറഞ്ഞിരിക്കണ്, INL-കാരെ നിങ്ങൾ ഓരോ വർത്താനം കേട്ടാൽ ഇവരെ വർത്താനം കേട്ടാൽ CPM-മാരെയും മറ്റേ ബോഡി വേസ്റ്റ് വിൽക്കുന്ന കച്ചവടക്കാരെന്നാണ് AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പിണറായി, ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പിണറായി പറഞ്ഞത്. എന്നിട്ടും അതിൻ്റെ പിന്നാലെ അവർക്ക് പോകാൻ കഴിയുണ്ടെങ്കിൽ അതൊന്നിക്കൽ എന്ത് ഡിപ്ലോമസി അല്ലെങ്കിൽ നിസ്സഹായത, അതേതാണെന്ന് ഓല് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മഹാപ്രവാചകന്റെ വിശുദ്ധമായ മുടിയെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ച? അതിന് ഇസ്ലാമിക സുന്നത്തും ഫർദൊന്നുമല്ലോ ഞാനിപ്പോൾ പറയണത്. ഒരു സംഘടന മുടിയുമായിട്ട് ഇവിടെ വന്ന് ആ മുടിയെ വിശുദ്ധമായി പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ച് കേരളത്തിൽ വമ്പിച്ച സാമൂഹിക മത ക്യാമ്പയിനൊക്കെ സൃഷ്ടിച്ചു പോയപ്പോൾ കേരളത്തിലെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് മനുഷ്യന്റെ ബോഡി വേസ്റ്റ് എടുത്തിട്ട് നടക്കുന്ന ആളുകൾ എന്ന്. എന്നിട്ട് ഓല് ആവശ്യം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? സംസാരിക്കുക. സംഘപരിവാറിന് ആവശ്യമുള്ളപ്പോൾ, CPM-ന് ആവശ്യമുള്ളപ്പോൾ ചിലരെന്ത് ചെയ്യുക? മതസംഘടനകളിലെ വ്യക്തികൾ, ചില ഗ്രൂപ്പുകൾ, മീഡിയകൾ, സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളെയും സംഘങ്ങളെയും അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പ്രശ്നം എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അവരെ പഠിക്കേണ്ട. അതിൻ്റെ ഉദ്ദേശം ഉപയോഗിക്കാൻ. പക്ഷെ ഖുർആൻ വരച്ചു വെച്ച ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറഹ്മാനി ലയകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ധാരാളം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, പൗരോഹിത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ജനങ്ങളെ മനുഷ്യരുടെ മാർഗത്തിൽ തടയുക എന്നുള്ള അപകടകരമായ പണിയാണ്. കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെളിപ്പാക്കി അകമേ ചെളികെട്ടി ദുർഗന്ധം വമിച്ച് അനാശാസ്യതകളും കൊള്ളരുതായ്മകളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പെറ്റുപെരുകി എല്ലാ അർത്ഥത്തിലുള്ള ജീർണതകളിലൂടെയും സമുദായം കടന്നു പോകുമ്പോഴും സമുദായത്തിന് അതിനെയൊക്കെ വെള്ളപൂശി നിസ്കാരം പോലും വേണ്ടാത്ത ആളുകൾ എത്തുക. എന്നിട്ട് അവരെ പിന്നെ മുദബ്ബിറാലമുകളായിട്ട് മാറുക, അവരെക്കുറിച്ച് ഭയങ്കര അവതരണങ്ങൾ നടക്കുക. ഇതൊക്കെ വളരെ നന്നായി സംഗതികൾ നടത്തി. അതിനെക്കുറിച്ചൊക്കെയാണ് മുഹമ്മദ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. കിണ്ടുകിണ്ടുങ്ങൾ ആന ചോർന്നാ കാണൂല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ നിമിഷപ്രിയയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദങ്ങളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മുസ്ലിം സംഘടനകളും ഹിന്ദു സംഘടനകളും ഒക്കെ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടത്തണം കേട്ടോ. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ നമ്മൾ മോശം കാണേണ്ട കാര്യമൊന്നുമില്ല. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അതിൻ്റെ പശ്ചാത്താപബോധവും മനുഷ്യാവകാശങ്ങളും ഒക്കെ വകവെച്ചു കൊടുത്ത് നീതിന്യായ സംവിധാനങ്ങളുടെ സ്വാഭാവികതയിലൂടെ സത്യസന്ധമായവരെ പുറത്തെത്തിക്കാൻ വഴിയുണ്ടെങ്കിൽ ആരുടെ കാര്യത്തിലും അത് നടക്കണം. അതൊരാളുടെ കാര്യത്തിൽ മാത്രം നടക്കേണ്ടതല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം നടക്കേണ്ടതല്ല. ജയിലറകളിൽ കഴിഞ്ഞുകൂടുന്നവർ, യാദൃശ്ചികമായി കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോയവർ, പലതരത്തിലുള്ള മനുഷ്യർ പല സംവിധാനങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ ഗുജറാത്തിലേക്ക് ആസാമിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റണില്ല. ആസാമിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റണില്ല. സക്കരിയയെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റണില്ല. ഇന്ത്യയിലെ ജയിലറകളിൽ ഒരു നീതിയുമില്ലാതെ അടച്ചടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 10,000 കണക്കിന് യുവാക്കളെ കുറിച്ച്, മുസ്ലിം യുവത്വത്തെക്കുറിച്ച്
ആന ചോർന്നാൽ കാണാതിരിക്കുകയും കടുക് ചോർന്നാൽ കാണുകയും ഒക്കെ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് മതപൗരോഹിത്യങ്ങളെ ഈ രീതിയിൽ അതെല്ലാ മതങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടാകാവുന്ന ഗതികെട്ട ഒരു ചിത്രം ഇതിനെ കുറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ അത്തരം സംഘങ്ങളെ, വ്യക്തികളെ, ഗ്രൂപ്പുകളെയൊക്കെ അടർത്തിയെടുത്ത് ജമാഅത്ത് ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. CPM ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലേ? മുജാഹിദ് വേണം, സുന്നി വേണം, അതുപോലെ മുസ്ലിം ലീഗ് വേണം, INL വേണം, എല്ലാവരും വേണം ജമാഅത്ത് ഇസ്ലാമിനെ നേരിടാൻ. ഇത്രയും വലിയൊരു സംഘം സ്വന്തം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതിനോട് കൈകാര്യം ചെയ്യാൻ ചെയ്തതിന് പകരം കിട്ടാവുന്ന, പക്ഷെ ആരും ചെന്ന് ചാടിയിട്ടില്ല കേട്ടോ. വളരെ അപൂർവം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള അപ്പത്തെ സന്ദർഭവും അവസരവും നിർബന്ധമൊക്കെ കേട്ടിട്ട് ചിലത് പറയാ കേൾക്കാന്നല്ലാതെ പൊതുവായ ഈ കച്ചവടത്തിലേക്ക് വല്ലാതെയൊന്നും ആളുകൾ എടുത്തു ചാടിയിട്ടില്ല. പക്ഷെ ആ ഭീരുത്വവും CPM-നെ നേരിട്ട് ചെയ്താൽ മതി. ജമാഅത്ത് ഇസ്ലാമിയുടെ യുദ്ധം പണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും കത്തി നിൽക്കുന്ന കേരളത്തിലൊക്കെ അത് അധികാര മണ്ഡലങ്ങളിലേക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രവഹിച്ചുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ എന്താണ് കമ്മ്യൂണിസം എന്നും നേരത്തെ പറഞ്ഞ സയ്യിദ് മൗദൂദി വളരെ കൃത്യമായിട്ട് പ്രചരിച്ചു. ക്യാപിറ്റലിസം പാരീസിലും ലണ്ടനിലും ന്യൂയോർക്കിലും ഒക്കെ തകർന്ന് തരിപ്പണമാകും. അതുപോലെ തന്നെ മോസ്കോവിലും യുഗോസ്ലാവിയയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രേതങ്ങൾ വെറും ശവശരീരമായി ഫറോവയുടെ മയ്യത്ത് പോലെ ചരിത്രത്തിന്റെ മ്യൂസിയത്തിലേക്ക് എടുക്കപ്പെടുന്ന നാളുകൾ. അതൊരു ദീർഘവീക്ഷണത്തിലും തത്വാധിഷ്ഠിതവും സത്യസന്ധവുമായ, അത് ഏതോ ഒരു പ്രസ്ഥാനത്തോട് എന്തോ ദേഷ്യമുള്ളതുകൊണ്ട് പറയുന്ന വർത്താനൊന്നുമല്ല. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും കരുത്തില്ലാത്ത ഈ ഭൗതിക പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിൽ നശിപ്പിക്കപ്പെടുമെന്നുള്ളത് ചരിത്രത്തിന്റെ സുന്നത്തല്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ ചരിത്രപരമായ സമീപനങ്ങളുടെ ഭാഗമാണ്. അതിൽ നിന്നുകൊണ്ടാണ് അത്തരം വർത്തമാനങ്ങൾ അന്ന് നന്നായിട്ട് പോരാടിയിട്ടുണ്ട്, നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ടുണ്ട്. ഇപ്പോൾ CPM പേടിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനും കൂടി മുന്നിൽ നിർത്തിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയോട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം? അതുകൂടി പറഞ്ഞ് നമുക്ക് ഓരോ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2019 ജമാഅത്ത് ഇസ്ലാമി പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് UDF-ന് ചെയ്തു. ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് അജണ്ട ഒന്നും അറിയില്ല. ഫാസിസവും സിയോണിസവും ക്യാപിറ്റലിസവും ഇട്ട് അണ്ടർഗ്രൗണ്ട് ഡീല് കേരളത്തിലെ CPM നടത്തിയിട്ടുണ്ടോ ഉള്ളത് അത് വേറെ ഇനി തിരിച്ചറിയപ്പെടേണ്ടതാണ്. ആ കച്ചവടത്തിൻ്റെ പ്രയോഗങ്ങളാണ് സമർത്ഥമായി ഇപ്പോൾ പതിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ കേവല രാഷ്ട്രീയ അങ്ങനെയുണ്ട് രോഗം. ക്യാപിറ്റലിസവും സിയോണിസവും ഫാസിസവും കൂടി ഇസ്ലാമിനെ വേട്ടയാടുന്ന ഒരു നെറ്റ്വർക്ക്, പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയും സൂഫി ഇസ്ലാമിനെ കുറിച്ചുള്ള എല്ലാവർക്കും പറയാൻ ഇഷ്ടം. സൂഫി ഇസ്ലാം, മുഹമ്മദ് നബിൻ്റെ ഇസ്ലാം എന്ന് പറയില്ല, മൂസാ നബിൻ്റെ ഇസ്ലാം എന്ന് പറയില്ല, ഇബ്രാഹിം നബിൻ്റെ ഇസ്ലാം എന്ന് പറയില്ല, അബൂബക്കറിന്റെ ഇസ്ലാം എന്ന് പറയില്ല, സൂഫി ഇസ്ലാം. ഇത് എവിടുന്ന് വന്നതായി ഇസ്ലാം? അജിത് ഡോവൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അറബ് രാജാക്കന്മാർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂഫി ഇസ്ലാം, ആ സൂഫി ഇസ്ലാമിന് വഴങ്ങാത്ത, മനുഷ്യ ജീവിതത്തെ മുഴുവൻ സമഗ്രമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാചക വേദ ദൈവിക പിൻബലമുള്ള ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സംഘങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല പദ്ധതികളും ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ ഒരു ആ നെറ്റ്വർക്കിലേക്ക് ചിലപ്പോൾ അതൊക്കെ പേടിക്കേണ്ട കേട്ടോ. ഈ UAE-ലേക്കും അമേരിക്കയിലേക്കും ഒക്കെ എന്തിനാ പോകണമെന്നുള്ളത് കൂടി ഇവിടെ ആശുപത്രി വീണങ്ങനെ 2 വീണമാരുണ്ട്, അത് പിണറാനിയായിട്ടേ പോവുള്ളൂ എന്നാണ് ചിലവരൊക്കെ പറയണത്. എന്താ സംഭവിക്കാന്നുള്ളത്? ഒന്ന് അകത്തുണ്ട്, ഒന്ന് പുറത്തുണ്ട്. ആരോഗ്യ മേഖല വളരെ സജീവമാണ്. എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് ഇവിടെ ഒക്കെ ഉഷാറാണെന്നാണ് പറയണത്. ആ ഉഷാറാണെന്ന് പറയുമ്പോഴാണ് മറ്റേ ആൾ പറയണത് ആശുപത്രിക്ക് വരുമ്പോൾ സൂചി വേണം, നൂല് വേണം, കത്രിക വേണം, എല്ലാ സാധനം എടുത്തിട്ട് വരണം, അതിൻ്റെ മരുന്നുകൾ വാങ്ങിയിട്ട് കൊണ്ടുവരണം. കാരണം ആരോഗ്യ മേഖല സജീവമായതുകൊണ്ട് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്കിത് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടറെ ഹരാക്കിരി ചെയ്യാൻ തീരുമാനിച്ചോല്ലോ, വളഞ്ഞു പിടിക്കാൻ തീരുമാനിച്ച്. അപ്പോഴാണ് കോട്ടയത്തെ കെട്ടിടത്തെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് മേലെ വീഴുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ജനല് പുറത്തേക്ക് തള്ളിപ്പോണത്. അവിടേക്ക് കാര്യപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറയണത്, അയ്യ ഞാനെങ്ങാനും കോവിഡ് കാലത്ത് സർക്കാർ ആശുപത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വർത്താനം പറയാൻ ജീവനോടെ ഉണ്ടാവില്ല. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ മാരകമായ സ്വഭാവത്തിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കാണ് ഈ പോണത്, എന്തിനാണ് ഈ പോണത് എന്നൊക്കെ പറഞ്ഞ് അണ്ടർഗ്രൗണ്ട്. ഇസ്രായേലായിട്ട് കേരളത്തിന് നല്ല ബന്ധമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോടില്ല. ഇസ്രായേൽ കളിക്കാത്തൊരു സ്ഥലമല്ല. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ അന്തസ്സ് ഇതൊക്കെ തകർക്കാൻ ലോകത്തുടനീളം കരുനീക്കുന്ന ഇസ്രായേൽ കേരളത്തിൽ CPM-നെ മുന്നിൽ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നിരീക്ഷണം മാത്രം നമ്മൾ പറയണത്. ചിലപ്പോൾ അങ്ങനെയും തോന്നും നമുക്ക് ഇവരെ കളി കാണുമ്പോഴൊരു പേടി കണ്ടിട്ട്. കേരളത്തിലെ മുസ്ലിം സംഘടനകളെ തമ്മിലടുപ്പി അന്താരാഷ്ട്ര തലത്തിൽ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഫലസ്തീൻ്റെ പ്രശ്നത്തിൽ, ഇറാൻ പ്രശ്നത്തിൽ മുസ്ലിം രാജ്യങ്ങളെ, മുസ്ലിം സംഘടനകളെ ശിഥിലീകരിച്ച് ക്യാപിറ്റലിസവും സയണിസവും ഇമ്പീരിയലിസവും നടത്തുന്ന അതിമാരകമായ രസതന്ത്രം. അതിൻ്റെ അപ്പുറത്ത് വേറെ രസതന്ത്രം കൂടി ഉണ്ട്. നിങ്ങളുടെ യഹ്യാസിന് മറ്റേ എന്താണ് ഈ
തൂഫാനുൽ അക്സ നടന്ന അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. തൂഫാനുൽ അക്സ നടന്ന സമയത്ത് ഇസ്രായേൽ ബുദ്ധിജീവി നടത്തിയൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ജയിച്ചത് ഹമാസാണ്. എന്താണ് അതിൻ്റെ കാരണം? ഒരു രാജ്യസ്നേഹികളാണ്. ഒരു ഹിജറൊന്നും പോയിട്ടില്ലല്ലോ. ഹിജറിൻ്റെ മാസം മുഹറം. പക്ഷെ ഒരു പോകാൻ പറ്റൂല. ഹിജറ പോകണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു മുതൽ ട്രംപ് മുതൽ അറബ് രാജാക്കന്മാർക്കൊക്കെ പൂതിണ്ട് ഇവരൊന്ന് ഹിജറ ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഹിജറ ചെയ്യാതിരിക്കലാണ് ഇവിടുത്തെ ഹിജറ. അതുകൊണ്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഇസ്രായേൽ ബുദ്ധിജീവി പറഞ്ഞത് എന്താണെന്നറിയോ? അയാൾ പറഞ്ഞ വർത്തമാനം ഹമാസ് ജയിച്ച പ്രസ്ഥാനമാണ്, അടിയറവ് പറയാത്ത പ്രസ്ഥാനമാണ്. യുദ്ധലക്ഷ്യങ്ങളിലൊക്കെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. അതുകൊണ്ട് നമ്മൾ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ അടിക്കുറിപ്പ് ചേർത്തൊരു വർത്താനുണ്ട്. അതെന്താണെന്നറിയോ? ഗസയെ തകർക്കാൻ, ഹമാസിനെ തകർക്കാൻ, ഫലസ്തീനെ തകർക്കാൻ നമ്മൾ നടത്തിയ ചില പണികളുണ്ട്. ഒന്ന് അരാഷ്ട്രീയവാദം, രണ്ടാമത്തത് എത്തിസം നിരീശ്വരവാദം, മൂന്നാമത്തത് ലൈംഗികത, ജനറൽ ന്യൂട്രാലിറ്റി, മയക്കുമരുന്ന്. ഇപ്പൊ നമുക്ക് തോന്നുക കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ കൂട്ടുകൃഷി മുഴുവൻ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് മയക്കുമരുന്നില്ലേ? പിടിക്കപ്പെടുന്ന മുഴുവൻ ചെറുപ്പക്കാരനാ. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാസർഗോഡ് വാർത്തയിൽ നിറയുന്നത് ഇസ്ലാമിന്റെ സൗന്ദര്യം കൊണ്ടല്ല, പോലീസുകാരന് സന്തോഷം പിടിച്ചാൽ. കാരണം എന്താ? നമ്മുടെ മലപ്പുറം ജില്ലയിൽ സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടൊരു MP ഒരു SP വന്നിരുന്നു. മാറ്റിപ്പോ തൽക്കാലം അയാളെ വന്നിട്ട് ചെയ്ത അവിടെ 8,000 കേസ് ഒരു കൊല്ലത്തിലുണ്ടാകുന്നിടത്ത് മൂപ്പര് വന്നോട് ഡബിൾ എഞ്ചിൻ 19,000 കേസ്, 20,000 കേസ്. എന്താടാ എൻ്റെ പാൻറ് പൊന്തിയിട്ട്, എന്താടാ എൻ്റെ മുടി താഴേക്ക്, എന്താടാ എൻ്റെ ബൈക്കിന് ബ്രേക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അനങ്ങിയ കേസ്. ഏറ്റവും കൂടുതൽ കേസുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന്. ഇത് സംഘപരിവാരത്തിന്റെ പ്രോഗ്രാമാണ്. സംഘപരിവാരത്തിന് വേണ്ടി പോലീസ് വിടുപണി ചെയ്യുകയാണ്. ഇത് അവരുടെ MLA PV അൻവർ പറഞ്ഞു. അവരുടെ പാർട്ടിക്കുള്ളിൽ ആ CPM-ന്റെ ഉള്ളിൽ തന്നെ വളരെ ശക്തമായ വാദം. തോറ്റുപോയ പോലീസാണ്, സംഘപരിവാരത്തിന് വേണ്ടി അടിയറക്കപ്പെട്ട പോലീസാണ്. അവസാനം അജിത് കുമാറിന്റെ ചർച്ച വന്ന് നമ്മൾ വിചാരിച്ച അജിത് കുമാർ പോയാഞ്ഞ് സെക്യുലർ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഹരിശ്ചന്ദ്രനും ഉമറുൽ ഫാറൂഖൊക്കെ അവിടെ വരുന്നത് രവതാ ചന്ദ്രശേഖര. അവനാ കണ്ണൂരിൽ വെടിവെച്ച് CPM-ന്റെ പ്രവർത്തകന്മാരെ ആ വെടിവെച്ചതിലൊക്കെ അന്നത്തെ പിണറായിയുടെ പ്രസംഗപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രവതാ ചന്ദ്രശേഖർ കേന്ദ്ര ഇന്റലിജൻസ് വിങ്ങിന്റെ തലവനാ. കേന്ദ്ര ഇന്റലിജൻസ് വിങ് എന്ന് പറഞ്ഞാൽ RSS നിയന്ത്രിക്കുന്ന സംഘപരിവാരത്തിന്റെ ചോറ്റുപട്ടാളമാണ്. അയാളാണ് വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത്. പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ RSS-ന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇത് മീഡിയ വണ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഓരോ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പറയുന്നതിൻ്റെ മുമ്പ് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. അവിടേക്കൊന്നും ഒരു സംഗതിയും ഒരു സംവിധാനങ്ങളായിട്ടൊന്നും ആരും പോയിട്ടില്ല. സംഘപരിവാരം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഓപ്പറേഷനുകളെ സംബന്ധിച്ചും വളരെ സത്യസന്ധമായി അതിൽ CPM നിക്കക്കള്ളിയില്ലാതെ പുളയുന്നതും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതും കുഴഞ്ഞു വീഴുന്നതും അവരുമായിട്ട് ഡീല് നടത്തുന്നതിൻ്റെയും ഒക്കെ അകത്തളങ്ങളിലെ വാർത്തകൾ കയ്യിൽ കിട്ടുമ്പോൾ ഇത് നമ്മുടെ മീഡിയ നമ്മുടെ കയ്യിലുള്ളതാ. അഥവാ സൗബൽഹക്കെ പറയേണ്ടത് പറയാൻ തന്നെയാണ്, സത്യസന്ധമായിട്ട് പറയില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടി വർത്തമാനം പറയാൻ നമ്മൾ എണീച്ചിക്കേണ്ട കാര്യം. ക്യാപിറ്റലിസത്തിനും സയനിസത്തിനും ഫാസിസത്തിനും വേണ്ടി സംസാരിക്കാൻ നമ്മൾ എന്തിനു എഴുന്നേറ്റ് നിൽക്കണം? ഉള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് CPM-നോടും നമ്മളോടൊക്കെ നമുക്ക് പറയാം. ഫലാത്തുൽ മുഖദ്ദബീൻ അള്ളാഹ് പറഞ്ഞല്ലോ, കള്ളന്മാരെ നിങ്ങൾ അനുസരിക്കേണ്ട, നുണ പറയുന്നവരെ നിങ്ങൾ അനുസരിക്കേണ്ട. ജമാഅത്തെ ഇസ്ലാമി മുതൽ പല വിഷയങ്ങളിലും പച്ചക്കള്ളമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നുണകൾ മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം, സെക്യുലറിസം, മതേതരത്വം എന്നൊക്കെ ഇങ്ങനെ ആളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിലൊന്നും നിങ്ങൾ വീഴണ്ട. നിരന്തരമായി സത്യം ചെയ്യുന്ന ഈ കപട കള്ള സംവിധാനങ്ങളിലൊന്നും നിങ്ങൾ വീഴേണ്ട കാര്യമില്ല. അതാണ് പ്രശ്നം. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങളൊന്ന് പിന്നോട്ട് പോകണം. എല്ലാവരെ പോലെ നിങ്ങളൊന്ന് വഴങ്ങി കൊടുക്കണം. എണ്ണ തേച്ച് സോപ്പൊക്കെ തേച്ച് അവർ തന്നതൊക്കെ അങ്ങനെ ഒരു അലസമായ സമീപനം സ്വീകരിച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ പോണെന്നാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമ്മാദിൻ മഷായിൻ നുണയം പറഞ്ഞിട്ട് ഓടി നടക്കുകയാണ് അതിൻ്റെ സോഷ്യൽ മീഡിയ പട്ടാളം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതുമായി ബന്ധപ്പെട്ട മീഡിയ സംവിധാനങ്ങൾ. നിരന്തരമായ കള്ളപ്രചരണങ്ങൾ ഹമ്മാദിൻ മഷായിൻ ബിനമീം ഓടി നടക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഉത്തുല്യം അതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നുണ്ട് മുഹത്തദിന് എന്താണ് മന്നാഇല്ലിൽ ഖൈരി, എല്ലാ നന്മ ഇവർ തടയും. പലിശ, പെണ്ണ്, മദ്യം. 2016 26 80 ബിയർ, ഇപ്പോൾ 826 കള്ളുഷാപ്പാണ്. അവിടേക്ക് മുഴുവൻ തുറന്നു വെച്ചിട്ടാണ് നിങ്ങൾ ഡാൻസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. നമ്മളെ ബീർ പാർലർ മറ്റേ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ആ സൂബ ഡാൻസ് സംഘടിപ്പിക്കേണ്ടത്. അവിടെ എല്ലാ രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ അത് നടത്താൻ പറ്റുകയാണെങ്കിൽ CPM, DYFI, SFI-ന് നേതൃത്വം കൊടുക്കണോ? എന്നാൽ കുറേ ഉമ്മാരെ കണ്ണീർ അവിടെ നിൽക്കും. അമ്മമാർ രക്ഷപ്പെടും, പെങ്ങന്മാർ രക്ഷപ്പെടും. കാരണം മദ്യത്തിനും ലഹരിക്കൊന്നും അടിമപ്പെടാനടിക്കാനുള്ള നമ്മളെ കുട്ടികളെ കൊണ്ട് തുള്ളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ബീവറേജിൻ്റെ മുമ്പിൽ കലാപരം വാങ്ങുന്നോലും വാങ്ങിക്കോട്ടെ, തുള്ളുന്നോലും തുള്ളിയും ചെയ്യിക്കോട്ടെ. മാതൃകാപരമായി ആദ്യം അവർ നിങ്ങളെ പാർട്ടി നേതാക്കന്മാരും പോയിട്ട് അവിടെ തുള്ളി കാണിച്ചു കൊടുക്കുക. എന്തൊരു വിരോധാഭാസമാണ്
എങ്ങനെയൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ തിന്മകളും മന്നായിൽ ഖൈരി മുഅ്തദിൻ അസീം, അതിരുവിടുന്നവർ, തിന്മകൾ ചെയ്യുന്നവർ, എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കുന്നവർ വരുന്നു. ക്രിമിനലുകളും കുറ്റവാളികളുമായി വരുന്നു. നമ്മൾ 52 വെട്ടൊന്നും വെട്ടിയിട്ടില്ല. വെട്ടാൻ ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അത് വെട്ടാൻ ഇസ്ലാം സമ്മതിക്കാത്തോണ്ടാ, ഖുർആൻ സമ്മതിക്കാത്തോണ്ടാ. അതാണ് നിങ്ങളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾക്ക് ഖുർആനുണ്ട്, ഹദീസുണ്ട്, അള്ളണ്ട്, റസൂലുണ്ട്, ജീവിതത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് മുന്നൊന്നും പിന്നൊന്നും ഒളിഞ്ഞു വെട്ടാൻ പറ്റില്ല. നേർക്ക് നേരെ യുദ്ധമാണെങ്കിൽ അത് ആവാന്നല്ലാതെ അതിന് രാഷ്ട്രം, സംവിധാനങ്ങളൊക്കെ വേണം. ഇത് വ്യക്തികൾ നിയമം കയ്യിലെടുത്ത് ഗുണ്ടാ സംഘങ്ങളെ പോറ്റി അധോലോകങ്ങളെ വളർത്തി അണ്ടർഗ്രൗണ്ടിൽ മാഷാ അള്ളയും കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കി വളരെ മാരകമായ കപട പ്രചരണ തന്ത്രങ്ങൾ ഒഴുക്കിവിട്ട് മനുഷ്യരെ ഇരുട്ടിൽ നിർത്തി തങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ സത്യസന്ധമായി CPM-നോടും പറയാനുള്ളത്, നിങ്ങൾ ജമാഅത്തായിട്ട് കളിക്കാൻ നിൽക്കാതിരിക്കലാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. ഞങ്ങൾക്ക് നഷ്ടമൊക്കെ ഉണ്ടാവും, നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ നഷ്ടങ്ങളെ ഭയപ്പെടുന്ന ഒരു സംഘമല്ല ഇത്. പ്രവാചകന്മാരുടെയും അള്ളാഹുവിൻ്റെയും വേദഗ്രന്ഥങ്ങളുടെയും പിൻബലത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ച, ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതിൻ്റെ മറവിൽ എല്ലാ കളിയും കളിച്ച് അധികാരത്തെ മാത്രം സ്വപ്നം കണ്ട് അതിൻ്റെ സൗകര്യങ്ങളിൽ മാത്രം ആഘോഷിക്കാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമല്ല. വർത്തമാനകാലത്ത് ഇപ്പോഴുള്ളതിനേക്കാൾ ഭാവിക്കും വർത്തമാനത്തിനും നിർവഹിക്കാനുണ്ട് എന്നുറച്ചു വിശ്വസിക്കുന്ന വമ്പൻ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആദർശത്തിൻ്റെ കരുത്തുകൊണ്ടും പ്രയോഗങ്ങളുടെ വിശുദ്ധി കൊണ്ടും പ്രവർത്തകരുടെ നിലപാടുകൾ കൊണ്ടും വ്യക്തികൾക്ക് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു സംഘം എന്നുള്ള നിലക്ക് ആരുടെ മുന്നിലും പ്രമോട്ട് ചെയ്യാനും അവതരിപ്പിക്കാനും കരുത്തുള്ള ചെറിയ സംഘവുമായി ആദർശത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും വിശുദ്ധിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തെ പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള കൂടുതൽ കൈമാറ്റങ്ങളും പങ്കുവെക്കലുകളും നടക്കുന്നതിന് ഇത്തരം സംവാദങ്ങളും ചർച്ചകളും ഉപകരിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.